ഹായ്. ഹായ് ശ്രീയേട്ടൻ. നല്ല ആളാ. കഴിഞ്ഞ വിഷുവിന് വരാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ യുദ്ധമൊക്കെ ആയപ്പോ പതുക്കെ തടിയെടുത്താവോ അല്ലേ? ഇത്തവണ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല, സുന്ദരമായി തോറ്റു. അതോട്ടെ ശ്രീയേട്ടൻ എനിക്ക് എന്താ കൊണ്ടുവന്നേ? നിനക്ക് വേണ്ടി 2-3 സ്കഡ് മിസൈൽ കൊണ്ടുവന്നു. കളിക്കരുത് കേട്ടോ. എടി പെണ്ണെ, അവിടെ എന്തെങ്കിലും വാങ്ങാൻ കിട്ടണ്ടേ? യുദ്ധം കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടാനില്ല. നീ ഇപ്പഴാ പഴയ തൊട്ടവാടി തന്നെ. ഇത് നീ പെണങ്ങണ്ടല്ലോ എന്ന് കരുതി ബോംബെന്ന് വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയതാ. പിടിക്ക്. അപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശാലമായി ഒന്ന് കുളിച്ച് മനോഹരമായ വല്ലതൊന്ന് കഴിക്കണം. വാ. അത് മാത്രം മറക്കില്ല. രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നത് ഇപ്പഴാ. ശ്രീയേട്ടന് ഒരു മാറ്റവും ഇല്ല. ഇപ്പഴും മാറിയിട്ടില്ലല്ലോ മാങ്ങാ കൊതി. പത്തായപ്പുരയിലെ ഉപ്പിലിട്ട മാങ്ങ കട്ടുന്നതിന് എത്രയാ തല്ലുകൊണ്ടുള്ള ചെറുതില്. പുളിവാറിലെ പാടം ഇപ്പോഴും ഉണ്ട് കാലില്. എന്തേ നിന്റെ കല്യാണ കാര്യം? IAS വല്ലതും തടഞ്ഞോ? IAS എന്താ കൊമ്പുണ്ടോ? ഉണ്ടെന്നല്ലേ നിന്റെ അച്ഛൻ പറയുന്നത്. എന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. ശ്രീയേട്ടൻ എന്താ കല്യാണം കഴിക്കത്തെ? അക്കരേന്ന് പോരുമ്പോ ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ട് പോരുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, അത് ശ്രമിക്കാനിട്ടല്ല. പിന്നെ എന്റെ ഈ തിരുമോന്തണ്ട ഏത് പെണ്ണ കൂടെ പോലെ. ശരിയാ. അച്ഛൻ വന്നു. പുറത്ത് കാറ് കണ്ടപ്പോഴേ വിചാരിച്ചു നീ ആയിരിക്കുമെന്ന്. യാത്രയൊക്കെ സുഖമായിരുന്നു? ഇതെന്താ മോളെ ഇങ്ങനെയാ ശ്രീകുമാരൻ സൽക്കരിക്ക? ഞാൻ എന്ത് ചെയ്യാനാച്ചാ? കഞ്ഞിയും മാങ്ങാക്കറിയും തന്നെ വേണമെന്ന് ശ്രീയേട്ടനാ പറഞ്ഞേ. അതാണ് നമ്മുടെ തറവാടിന്റെ ഗുണം. എവിടെ പോയാലും നമ്മുടെ നാടിന്റെ രീതി മറന്ന് ജീവിക്കരുത്. അമ്മാവൻ പറഞ്ഞു കേട്ടല്ലോ, ഏത് IAS കിട്ടിയാലും ശരി ഇതെല്ലാം ഓർമ്മ വേണം. കവിതെന്താണ് ഈ നേരത്ത്? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പെരുക്കാനോ. എനിക്കൊരു സംശയം ഇല്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന്. എങ്ങനെ കുട്ടിക്ക് അത് മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്നാരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ച് ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപം മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസായിരിക്കും. പിന്നെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരുമില്ലല്ലോ. പറയണമെന്നുണ്ട് മാഷെ, പക്ഷെ ഭയങ്കര നാണം വരുന്നു. നാണപ്പിരിക്കില്ലല്ലോ, പക്ഷെ നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷെ, ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ? ഒരു വല്ലാണ്ടില്ല. എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷണ്ടത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്. ഫറൂഖിൽ വീണ്ടും പുലിശല്യം. ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മാഷേ? അതല്ലാന്ന്, ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും. അന്ന് തന്റെ കഥ അവസാനിക്കും. മമ്മൂട്ടി മാഷ് അവിടെ അല്ല, ഇവിടെയാണ്. എന്തേ? ഒരു പാർസൽ ഉണ്ട്. ഒന്ന് തുറക്കും മാഷേ. ഇതിപ്പോ തുറന്നിട്ട് നിങ്ങൾക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല. എന്നാലും തുറക്കും മാഷേ, ഞങ്ങളൊന്ന് കാണട്ടെ. മാഷേ, ഇത് ദുബായിൽ നിന്റെ ഒരു അളിയൻ അയച്ചതാണ്. പേഴ്സണലാണ്. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി. ഇവിടെ വെച്ച് തുറക്കണ്ട, വല്ല ചെറിയ ബോംബായിരിക്കുന്നേ.
വന്നത് തൊലികെട്ടിനെ എന്നാൽ ഇത്രയും ബോർമാരുണ്ടാവോ? ചെറുപ്പക്കാരൻ എങ്ങനെയും സഹിക്കാം. അതെ, ഈ കിഴവന്മാരുടെ റൊമാൻസ് കാണുമ്പോഴാ. ട്യൂഷന് വരുമ്പോഴാ രസം. ഓരോന്ന് പറയും ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ടാ നേരം പോണത് അറിയില്ല. താനിതത്ര തമാശയെ കണക്കാക്കണ്ട കേട്ടോ. സത്യത്തിൽ പാവങ്ങളാ. മനഃപൂർവ്വം കുരങ്ങളിപ്പിക്കാന്നറിയാമെങ്കിലും ആലോചിക്കുമ്പോ പാവം തോന്നും. ദേ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? എനിക്കൊരു പുതിയ ഐഡിയ. അതെന്താ? പറയാം. എന്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എന്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എൻ്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയേ. എന്റെ കത്ത് മാഷിനൊരു അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷേന്ന് വിളിക്കണോ, ഏട്ടാന്ന് വിളിക്കണോ? മാഷേന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട, കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നുംപുറത്ത് വരുമോ? എന്റെ ഈശോയെ. വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല, മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസമായിരിക്കും അറിയോ? വരുമ്പോ ആരും കാണരുത്. മാഷ് വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും ഈ വിവരം അറിയരുത്. മഹാബോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ? ഞാൻ വരും മോളെ. ഇതെല്ലാം പച്ചയല്ലേ? ഇനിയിപ്പോ ഏത് പച്ചയാ വേണ്ടേ? സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ചയാണ് ഞാൻ നോക്കണേ. ആ മോളുടെ പച്ചടിക്ക് അതിന് വില കൂടുതലാ. വില പ്രശ്നമല്ലാന്ന്, നിങ്ങൾ സാധനം എടുക്കി. എന്നാൽ ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം. ഒരു കാര്യം ചെയ്യ്, പാന്റിനും ഷർട്ടിനും തന്നെ കുറിച്ചോളി. താൻ എന്തോടോ ഇങ്ങനെ കിടന്ന് ചിരിക്കണേ? തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ? അല്ല, ഈ ചുവന്ന ഷർട്ടിന്റെ കൂടെ ആരെങ്കിലും ചുവന്ന പാന്റ് ഇടോ മാഷേ? ഞാനിടും. ഓ, മാഷ് നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. നാടകത്തിൽ അഭിനയിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തനിക്കിതൊന്നും തയ്ച്ചു തരാൻ പറ്റുമോ? ഞാൻ തയ്ച്ചു തരാം. പക്ഷേ മാഷൊരു അധ്യാപകനാണല്ലോ എന്ന് കരുതിയാ. അധ്യാപകന്മാർക്ക് ഇന്നത് ഇടാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ചോപ്പിടാം, വെള്ളയിടാം, പച്ചയിടാം. കൂടെയുള്ള അധ്യാപകർ മരിക്കുകയാണെങ്കിൽ കറുപ്പിടാം. അല്ല, ഞാൻ എന്റെ ചെറിയൊരു അറിവ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. താൻ കേവലം ചെറിയൊരു ടൈലറാ. ഞാനൊരു അധ്യാപകനും അറിവ് പകർന്നു കൊടുക്കുന്ന ആള്. വലിയ വാചകം ഒന്നും അടിക്കണ്ട. ഈ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് തയ്ച്ചു തന്നാ മതി. താൻ എന്തുകൊണ്ട് അളവെടുക്കണേ? കത്രിക വെട്ടൊത്തി എടുത്ത് എടുക്ക്. താൻ ഉമ്മ വയ്ക്കാൻ പോവാ? മാഷേ, മാഷല്ലേ? അല്ല ടീച്ചർ, മനുഷ്യനൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഈ പുറകുന്നുള്ള വിളി. പയ്യൻ മലയാളിയാണെങ്കിലും വളർന്നതും IAS പഠിച്ചതൊക്കെ അങ്ങ് പഞ്ചാബിലാ. ഒരു മാസമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ട്. പഞ്ചാബിലോ?
വല്ല ഭീകരണം മറ്റോ ആയിരിക്കും എന്റെ ഭഗവാനെ. കുട്ടിയെക്കുറിച്ചും തറവാടിനെക്കുറിച്ചും അച്ഛന്റെ പ്രതാപത്തെക്കുറിച്ചും ഒക്കെ ശരിക്ക് കാച്ചിട്ടുണ്ട്. അല്ല പഠിത്തൊരു പ്രശ്നമാവോ? പ്രശ്നമാവോന്ന് ചോദിച്ചാ പ്രശ്നം തന്നെയാ. പക്ഷെ ഞാനല്ലേ ഏറ്റെടുത്തത്. ആ അക്കാര്യം ഒന്നും പേടിക്കണ്ട. തള്ളയ്ക്കും തന്തയ്ക്കും നോട്ടം പഠിത്തത്തിലല്ല, ജോർജ് കുട്ടിയില്ല. അതാരാ ജോർജ് കുട്ടി? ചിലപ്പോ ഡ്രൈവർ ആയിരിക്കും. ജോർജ് കുട്ടി എന്ന് പറഞ്ഞാലേ പണം. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച പോലെ ഓ വരുന്ന ദിവസം വിളിച്ചറിയിക്കാം. പുതിയ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഓ ആ അറിയാം. ആ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ അങ്ങനെ ആവട്ടെ. കവിതേ, എന്തിനാ കുട്ടി കരയണേ? കാര്യം എന്താണെന്ന് പറയൂ. അച്ഛൻ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. എനിക്ക് ഈ വിവാഹം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, അതിനെന്തിനാ കരയണേ? ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അതൊന്നും കുട്ടി അത്ര കാര്യമാക്കണ്ട. ഞങ്ങൾ അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, വേണ്ടെന്ന് വെക്കാൻ എളുപ്പം കഴിയും. കുട്ടി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. മാഷിക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. എന്നാലും അങ്ങനെയല്ലല്ലോ, കുട്ടിയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. താൻ ഇത്ര സില്ലിയായാലോ? ഒന്ന് കരയാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം.